എപ്പിസോഡ് 539. സിനി വിഷൻ. ഓഫീസിൽ അട്ടിമറി നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വിനോദ്. ഭക്ഷണം പോലും കഴിക്കാതെയുള്ള ജോലി അവനെ വളരെ ക്ഷീണിതനാക്കിയിരുന്നു. സ്റ്റാർഡം മീഡിയയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും ഡീറ്റെയിൽസ് ഇതിനോടകം തന്നെ വിനോദ് പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ എല്ലാം ഡീറ്റെയിൽസ് വായിച്ചതിൽ നിന്നും അവർക്ക് ആരെയും സംശയമൊന്നും തോന്നിയില്ല. അത് വിനോദിന് കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കി. വിനോദ് ക്ഷീണത്തോടെ മേശയിലേക്ക് മുഖം ചായ്ച്ചിരുന്നു. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം അവൻ കേട്ടത്. ആരാണ്? അവൻ വിളിച്ചു ചോദിച്ചു. വിനോദേ, ഇത് ഞാനാ, മല്ലിക. അവിടെ നിന്നും തിരികെ ഉത്തരം കിട്ടി. മല്ലികാമ്മ എന്താ ഈ സമയത്ത് ഇവിടെ? വാതിൽ തുറന്നുകൊണ്ട് വിനോദ് അവരോട് ചോദിച്ചു. ഞാൻ നിന്നെ ഭക്ഷണവും കൊണ്ടുവന്നതാ. നീ ഇതുവരെ ഇവിടെ ഒന്നും കഴിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാ ഇത് കഴിച്ചിട്ട് ഇനി അല്പം വിശ്രമിക്കും. ക്ഷീണിതനായിരിക്കുന്ന അവനെ നോക്കി മല്ലിക പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അപ്പോൾ ഞാൻ. വിനോദ് സ്വന്തം മുടിയുടെ ഉള്ളിലെ വിരൽ ചുടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി വിനോദേ? എന്താ നിന്റെ പ്രശ്നം? അപ്പം മുതൽ അവൻ ഇതുവരെ ഇത്രയും ടെൻഷനോടെ മല്ലിക കണ്ടിട്ടില്ല. നമ്മുടെ ഓഫീസിനുള്ളിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഇവിടുത്തെ വിവരങ്ങൾ ആരോ ചോർത്തുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് നോക്കിയിട്ടും സംശയം തോന്നിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വിനോദ് ആകെ നിരാശനായി പറഞ്ഞു. നീ ഇങ്ങനെ വിശന്ന് തളർന്നിരുന്നാൽ പിന്നെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യം നീ നല്ലപോലെ ആഹാരം കഴിക്കുക, അതിനുശേഷം എല്ലാം കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയും. മല്ലിക കയ്യിലിരുന്ന ഭക്ഷണം അടങ്ങിയ പാത്രം അവന് മുൻപിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. വിനോദ് അവരെ നോക്കിയിട്ട് ദുർബലമായി ഒന്ന് ചിരിച്ചു. പിന്നെ അവർ കൊണ്ടുവന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി. നീലിമയിൽ നിന്നും ഈ സ്റ്റാർഡം മീഡിയയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും നല്ല ജോലിക്കാരാണെന്നാണ് മോൾ എന്നോട് പറയുന്നത്. എല്ലാവരും ആ ഷൂട്ടിംഗ് സ്ഥലത്തിൽ വന്നിട്ട് നല്ല ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു അട്ടിമറി ചെയ്യുമോ? മല്ലിക മനസ്സിൽ തോന്നിയ കാര്യം അവനോട് വെറുതെ ചോദിച്ചു. അത് കേട്ട് പെട്ടെന്നാണ് വിനോദിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നത്. എന്താ വിനോദേ, പെട്ടെന്നൊരു സന്തോഷം? അവന്റെ വിടർന്ന മുഖം കണ്ട് മല്ലിക ചോദിച്ചു. നിങ്ങളിപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പുതിയൊരു ഐഡിയ തോന്നുന്നു. അവൻ അതേ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടോ? എന്ത് ഐഡിയ? മല്ലിക ചോദിച്ചു. ഇപ്പോൾ അവിടെയുള്ളവർ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളല്ലെങ്കിലോ, മുൻപ് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണെങ്കിലോ, അങ്ങനെ ആരെങ്കിലും ഈ അടുത്ത് അവിടെ നിന്ന് പുറത്തു വിട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഇതുവഴി ആ ആളെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. തൻ്റെ അന്വേഷണത്തിൽ പുതിയൊരു വഴിത്തിരിവ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വിനോദ് ആവേശത്തോടെ പറഞ്ഞു. അവൻ ഉടനെ മൊബൈൽ എടുത്ത് സിദ്ധാർത്ഥിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മറുവശത്ത് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവന്റെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. ഹലോ വിനോദ്, എന്താ ഈ സമയത്തൊരു കോൾ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് വിനോദ് ക്ലോക്കിലേക്ക് നോക്കിയത്. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. സിദ്ധാർത്ഥ് സാർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. അതും പറഞ്ഞ് വിനോദ് ശ്വാസം ആഞ്ഞു വലിച്ചു. എന്താ വിനോദ്? സിദ്ധാർത്ഥ് ഉത്കണ്ഠയോട് ചോദിച്ചു. നമ്മുടെ അന്വേഷണം ഇതുവരെ തെറ്റായ ദിശയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അവൻ പറഞ്ഞു. വിനോദ്, എന്താ ഈ പറഞ്ഞു വരുന്നത്? ഒന്നും മനസ്സിലാവാതെ സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ നിലവിൽ നമ്മളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ക്ലിയർ ആണ്. അപ്പോഴാണ് സ്റ്റാർഡം ഇടയിൽ മുൻപുണ്ടായിരുന്ന ആരോ ആണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്ന് എനിക്ക് മനസ്സിലായത്, വിനോദ് ആവേശത്തോട് പറഞ്ഞു. മുൻപുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ വിനോദ് എന്താ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം? സിദ്ധാർത്ഥിന്റെ ശബ്ദം ദൃഢമായിരുന്നു. വിനോദ് താനിരിക്കുന്ന കസേരയിലൊന്ന് ചാഞ്ഞിരുന്നിട്ട് ഈ അട്ടിമറിയുടെ സ്വഭാവവും വിവരങ്ങൾ ചോർന്ന രീതിയും എല്ലാം വിരൽ ചൂണ്ടുന്നത് സ്റ്റാർഡം മീഡിയയെക്കുറിച്ച് അടുത്തറിയാവുന്ന ഒരാളിലേക്കാണ്. പക്ഷേ നിലവിൽ നമ്മളെ സംശയിക്കുന്ന ആർക്കും ഇത്തരം കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇത് നമ്മുടെ കമ്പനിയിൽ മുൻപുണ്ടായിരുന്ന ആരോ ഒരാളാണ്, വിനോദ് ഉറപ്പിച്ചു പറഞ്ഞു. വിനോദ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെയെങ്കിൽ അത് ആരാണെന്ന് നോക്കൂ. സിദ്ധാർത്ഥും അവന്റെ വാക്കുകളെ ശരിവെച്ചു. നമ്മുടെ കമ്പനിയുടെ അടങ്ങാത്ത പക സൂക്ഷിക്കുന്ന ഒരാളാണ് വ്യക്തി. വിനോദിന്റെ ആ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇതുവരെ സൂചനയൊന്നുമില്ല സർ, പക്ഷെ എന്തായാലും എനിക്ക് അയാളെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണ്. കുറച്ച് സമയം കൂടി തരാം, വിനോദ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരി, എന്നാ വിനോദിന്റെ ജോലി നടക്കട്ടെ, എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, സിദ്ധാർത്ഥ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിദ്ധാർത്ഥുമായുമുള്ള കോൾ അവസാനിപ്പിച്ചപ്പോൾ വിനോദ് തന്റെ ശ്രദ്ധ മുഴുവൻ ജോലിയിലേക്ക് തിരിച്ചുവിട്ടു. സ്റ്റാർഡം മീഡിയയിലേക്ക് മുൻപുണ്ടായിരുന്ന ആൾക്കാരിലേക്ക് അവൻ അന്വേഷണം വ്യാപിച്ചു. പിറ്റേന്ന് രാവിലെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ വിനോദ് സിദ്ധാർത്ഥിനെ വിളിച്ചതിനെ തുടർന്ന് അവനെ കാണാനായി സിദ്ധാർത്ഥ് പുറപ്പെട്ടു. വിനോദ്, എന്താ അർജന്റായി കാണാൻ വിളിച്ചത്? വിനോദിനെ കണ്ടതും സിദ്ധാർത്ഥ് ചോദിച്ചു. സർ, നമ്മുടെ കമ്പനിയിൽ അട്ടിമറിക്കെല്ലാം ഉത്തരവാദിയായ ആ വ്യക്തി നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, വിനോദ് പറഞ്ഞു. എന്ന് വെച്ചാൽ? സിദ്ധാർത്ഥ് ഉദ്യോഗത്തോടെ വിനോദിനെ നോക്കി ചോദിച്ചു. വിനോദ് തന്റെ ടാബ്ലറ്റിൽ ഒരു ഡിജിറ്റൽ മാപ്പ് കാണിച്ചിട്ട് അതിലൊരു ലൊക്കേഷനിലേക്ക് വിരൽ ചൂണ്ടി. നമ്മുടെ ഡാറ്റ ചോർത്തുന്നതിന്റെ പിന്നിൽ യൂണിക് പ്രൊഡക്ഷൻസ് ആണ് സർ. കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാൻ നമ്മളുടെ ശത്രുവിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവിടെയാണ് എനിക്ക് ലൊക്കേഷൻ കാണിക്കുന്നത്. അത് കേട്ട് സിദ്ധാർത്ഥ് നെറ്റിച്ചുളിച്ചു. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ, യൂണിക് പ്രൊഡക്ഷന് നമ്മളോട് ശത്രുതയുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വ്യക്തി ആരാണെന്ന് ഞമ്മൾക്കറിയില്ലല്ലോ. എന്താണ് ഇനി നമ്മളുടെ അടുത്തുള്ള നീക്കം? അയാൾ ട്രാപ്പ് ചെയ്യാൻ ഞമ്മൾക്കൊരു കെണി ഒരുക്കണം. അവർക്ക് ചേർത്ത് നിൽക്കാൻ കഴിയാത്ത
വിധത്തിൽ നമ്മൾ അവരെ കൊടുക്കണം, വിനോദ് പറഞ്ഞു. അവർ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീണതുപോലെ നിന്ന് കൊടുത്തിട്ട് പിന്നെ അവരെ വലയിലാക്കണം അല്ലേ? വിനോദ് പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലാക്കിയതുപോലെ സിദ്ധാർത്ഥ് പറഞ്ഞു. അത് തന്നെ സർ, അവർ സേഫാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ പിടിക്കണം, വിനോദ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥും വിനോദും ചേർന്ന് ചില പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. സ്റ്റാർഡം മീഡിയയിലൂടെ വിശാലമീ അങ്കണത്തിലൂടെ സ്വന്തം ഓഫീസ് റൂമിലേക്ക് നടക്കുകയായിരുന്നു നീലിമ. തലേന്ന് വളരെ സന്തോഷത്തിലൂടെ ഇരുന്ന നീലിമയുടെ മനസ്സ് ഇന്ന് പക്ഷേ മറ്റെവിടെയോ ആയിരുന്നു. കുറച്ചു മുൻപ് തന്റെ ഫോണിലേക്ക് വന്ന സിദ്ധാർത്ഥിന്റെ മെസ്സേജ് അവൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവന്റെ മെസ്സേജ് നീലിമയെ അമ്പരപ്പിക്കുന്നതായിരുന്നു. സ്റ്റാർഡം മീഡിയയിൽ അതീവ രഹസ്യമായ ഒരു കമ്പനി വേണ്ടി സജ്ജീകരിക്കാൻ സിദ്ധാർത്ഥ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു ഇവന്റ് തയ്യാറാക്കാൻ പറഞ്ഞതെന്ന് നീലിമ അത്ഭുതപ്പെട്ടു. സിനിമ ചരിത്രത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വിദേശ സാങ്കേതിക വിദ്യ സ്റ്റാർഡം മീഡിയ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്ന ചലച്ചിത്ര പ്രേമികൾക്ക് പുതിയൊരു ദൃശ്യവിരുന്നു തന്നെയായിരിക്കും. അത്രമാത്രമായിരിക്കും. ൾക്കും അറിയൂ സിദ്ധാർത്ഥ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, പുള്ളിക്ക് എന്താ വേണ്ടത്? ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നീലിമ സ്വയം പിറുവിരുത്തു. ഗുഡ് മോർണിംഗ് മാഡം. അകത്തേക്ക് കയറി വന്ന നീലിമയെ കണ്ട് പ്രിയങ്ക വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് പ്രിയങ്ക. നീലിമ അവൾ തിരിച്ചും വിഷയം മറന്നില്ല. എന്തുപറ്റി മാഡം? മുഖത്ത് ഒരു ടെൻഷൻ പോലെ തോന്നുന്നുണ്ടല്ലോ. ചിന്താഭാരത്തോടെ ഇരിക്കുന്ന നീലിമയോട് ചോദിച്ചു പ്രിയങ്ക. ഇത് കണ്ടോ? സിദ്ധാർത്ഥ് എനിക്ക് അയച്ച മെസ്സേജാണ്. നീലിമ ഫോണിൽ തനിക്ക് അയച്ച മെസ്സേജ് പ്രിയങ്കയ്ക്ക് കാണിച്ചു കൊടുത്തു. അവൾ അത് വായിച്ചു നോക്കി. ഇതെന്തോ പുതിയ ടെക്നോളജിയെ പറ്റിയാണല്ലോ പറയുന്നത്. മുൻപിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. അവൾ പറഞ്ഞു. അതെ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് അവതരിപ്പിക്കേണ്ടത് പ്രധാനമാണെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ആളുകൾ സിനിമ കാണുന്ന രീതി മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണത്ര ഇത്, നീലിമ പറഞ്ഞു. പക്ഷേ ഇത് ഇന്ന് തന്നെ റിവീൽ ചെയ്യണമെന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കാരണം എന്തായിരിക്കും മാഡം? പ്രിയങ്ക സംശയത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥിന്റെ ഓരോ തീരുമാനങ്ങൾക്കും എപ്പോഴും ഒരു കാരണമുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവും ഇങ്ങനെ ഒരു ഈവന്റ് വേഗം നടത്താൻ പറഞ്ഞത്, നീലിമ പ്രിയങ്കയോട് പറഞ്ഞു. ശരി മാഡം, ഞാൻ ഇപ്പൊ തന്നെ കമ്പനിയിൽ സ്റ്റാഫിനെ എല്ലാം അർജന്റായിട്ട് കണ്ട് നമ്മൾ ഈ ഈവന്റ് നടക്കാൻ പോകുന്ന കാര്യം അറിയിക്കട്ടെ, പ്രിയങ്ക പറഞ്ഞു. പെട്ടെന്ന് തന്നെ വേണം പ്രിയങ്ക, നമ്മൾക്ക് അതിന് അധികം സമയമില്ല, നീലിമ പറഞ്ഞു. മാഡം, ഈ സാങ്കേതിക വിദ്യക്ക് എന്തെങ്കിലും പേരുണ്ടോ? പ്രിയങ്കയുടെ ചോദ്യം കേട്ട് നീലിമ ആലോചനയോടെ നിന്നു. ഇതുവരെ പേരൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതുവരെ നമ്മൾ സിനി വിഷൻ എന്ന് വിളിക്കാം. അത് കേട്ട് പ്രിയങ്ക തലയടിച്ചിരിച്ചു. ലോബിയിൽ നമ്മുടെ ടീമെല്ലാം സജ്ജീകരിക്കും. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മാഡം, പ്രിയങ്ക പറഞ്ഞു. ഇപ്പോഴേ നീ പണി തുടങ്ങിയോ? താങ്ക്സ് പ്രിയങ്ക, നീലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റാർഡം മീഡിയയുടെ അതിവിശാലമായ ലോബി ക്രൂ മെമ്പേഴ്സിന്റെ ആവേശം കാത്തിരിപ്പും കൊണ്ട് ശബ്ദമുഖലികമായിരുന്നു. അവരുടെ ആകാംക്ഷയും ബഹളവും അവിടെ അലയടിച്ചു. സ്റ്റാഫിലെ എല്ലാവരും ഗ്രൂപ്പുകളായി ലോബിയിൽ തടിച്ചുകൂടി നിന്നു. അവിടെ നടക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു അവരെല്ലാവരും. അത്യാധീത സാങ്കേതിക വിദ്യ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു, അത് എന്തായിരിക്കും? പ്രൊജക്ടർ വല്ലതും ഉണ്ടാക്കിയോ അതോ ക്യാമറയാണോ? മറ്റൊരാൾ ചോദിച്ചു, ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നല്ലപോലെ വർക്ക് ചെയ്താൽ യൂണിക് പ്രൊഡക്ഷനേക്കാളും മുകളിൽ നമ്മുടെ സ്റ്റാർഡം കമ്പനി എത്തും. പിന്നെ ആർക്കും നമ്മുടെ കമ്പനിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ തോന്നുന്നില്ല. ഓഫീസിലൂടെ സ്റ്റാഫുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. സിനി വിഷൻ ഇത് ഫ്യൂച്ചർ ഓഫ് ദ ഫിലിം എന്നെഴുതിയ വലിയ ബാനർ സീലിംഗിൽ നിന്ന് താഴേക്ക് ഗംഭീരമായിട്ട് തൂക്കിക്കിടപ്പുണ്ട്. ഇതിന് നടക്കാൻ പോകുന്ന ഹാളിൽ ആകർഷകമായ സജ്ജീകരണത്തിൽ നീലിമ അത്ഭുതപ്പെട്ടു നിന്നു. തങ്ങളുടെ ടീം എല്ലാ രീതിയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അഭിമാനം തോന്നി. അപ്പോഴാണ് ദൂരെ നിന്നും നടന്നു വരുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടത്. കരിനീല കളറിലുള്ള സ്യൂട്ടിൽ അവൻ വളരെ സുന്ദരനായി കാണപ്പെട്ടു. ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ തലയെടുപ്പോടെ അവൻ നടന്നു വരുന്നത് നീലിമ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നീലിമ പുഷ്പളമായി പുഞ്ചിരിയോടെ സിദ്ധാർത്ഥ് അവളെ നോക്കി വിളിച്ചു. സിദ്ധാർത്ഥ്, ഈ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമാണ്, പക്ഷേ ഈ ഇവന്റ് ഇപ്പോൾ തന്നെ വേണമായിരുന്നു? അവനെ കണ്ട ഉടനെ അവൾ ചോദിച്ചു. ചെറിയൊരു ടെൻഷൻ നീലിമയുടെ മുഖത്തുണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെയാണ് നമ്മൾ ഇത് നടത്തുന്നത്, നിനക്കെന്നെ വിശ്വാസമില്ലേ? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ലല്ലോ, നീലിമ പുഞ്ചിരിയോട് പറഞ്ഞു. നീലിമ കൂടുതൽ എന്തെങ്കിലും അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥ് ഹാളിന്റെ മധ്യഭാഗത്ത് നടക്കാൻ തുടങ്ങി. എല്ലാ കണ്ണുകളും അവനിലേക്ക് തിരിഞ്ഞതോടെ ലോബിയിലെ ബഹളം നിലച്ചു. എല്ലാവരും നിശബ്ദരായിട്ട് സിദ്ധാർത്ഥ് എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാനായിട്ട് കാതുകൂർപ്പിച്ചു. ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. സിദ്ധാർത്ഥിന്റെ മുഴക്കമുള്ള ശബ്ദം ആ ഹാളിൽ പ്രതിധ്വനിച്ചു. ഇത്രയും ചെറിയ സമയം പരിധിക്കുള്ളിൽ ഞങ്ങൾ വിളിച്ചത് പ്രകാരം നിങ്ങൾ ഈവന്റിൽ ഒത്തുകൂടിയതിൽ ഞാനിന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വിളിപ്പിച്ചത് ഒരു പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ല. സിദ്ധാർത്ഥ പറഞ്ഞു നിർത്തി. ചുറ്റും ഒന്നും വീക്ഷിച്ചു. അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ ആളുകൾ പരസ്പരം നോക്കി. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസവഞ്ചനയെക്കുറിച്ചുമാണ്. സിദ്ധാർത്ഥ് ഒന്ന് നിർത്തി എല്ലാവരെയും നോക്കി. അവരുടെ ശബ്ദം നിലച്ചതും ഹാൾ പെട്ടെന്ന് നിശബ്ദമായി. വളരെ പ്രാധാന്യമുള്ള കാര്യം വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്റ്റാർഡം മീഡിയയ്ക്കുള്ളിൽ ഒരു ചാരനുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. കമ്പനിയുടെ സെൻസിറ്റീവായിട്ടുള്ള പല വിഭാഗങ്ങളും അയാൾ ചോർത്തിയിരിക്കുന്നു. അത് കേട്ടതും ആൾക്കൂട്ടത്തിനിടയിൽ പെറുപെറുപ്പുകൾ അലയടിച്ചു. തങ്ങൾ
തങ്ങൾ അടിയന്തരമായി വിളിച്ചുകൂട്ടിയ ഈ ഇവന്റിൽ കമ്പനിയുടെ വിവരങ്ങൾ ചോർത്തിയ ആ വ്യക്തി വരുമെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായിരുന്നു. ആ വ്യക്തിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ വാക്കും കണക്കുകൂട്ടി സൂക്ഷ്മമായി വിശകലനം ചെയ്താണ് അവർ സംസാരിച്ചിരുന്നത്. നമ്മുടെ കൂടെ നിന്നിട്ടും ഇവിടെ തന്നെ കാര്യങ്ങളും നമ്മുടെ ഭാവി പ്രൊജക്ടുകളുടെ ഡീറ്റെയിൽസും എല്ലാം ചോർത്തിയത് വഴി തനിക്ക് വിശ്വാസലംഘനമാണ് ആ വ്യക്തി നടത്തിയിരിക്കുന്നത്. ജീവനക്കാരെല്ലാവരും അത് കേട്ടതോടെ അസ്വസ്ഥനായി മാറി. അവരുടെ കണ്ണുകൾ ചുറ്റും പരത്തി. തങ്ങളിൽ ആരാണ് ആ വ്യക്തി എന്ന് തിരിച്ചറിയാൻ അവർ ശ്രമിച്ചു. എല്ലാവരും ആശയക്കുഴപ്പത്തിലായിരുന്നു. പരസ്പരം പിറുപിറുപ്പുകൾ ഉയർന്നു. തമ്മിൽ സംശയത്തോടെ നോട്ടങ്ങൾ കൈമാറി. പെട്ടെന്ന് ഹാളിന്റെ അങ്ങേയറ്റത്ത് നീലിമ മാസ്ക് വെച്ച് അവിടുന്ന് തെന്നിമാറാൻ ശ്രമിക്കുന്ന ഒരാളെ കണ്ടു. ആ മാസ്ക് ധാരിയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. ആ വ്യക്തിയുടെ രൂപം കണ്ടിട്ട് അത് ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതാ അവിടെ ആ മാസ്ക് വെച്ച ആളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അയാൾ ആരെങ്കിലും ഒന്ന് പിടിക്കി. ഹാളിൽ നിന്നും പിൻവാങ്ങുന്ന മാസ്ക് ഇട്ട ആളെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നീലിമ അലറി. മുഖംമൂടി ധരിച്ച ആളെ കാണാൻ സ്റ്റാഫുകൾ തിരഞ്ഞതോടെ ഹാളിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. എല്ലാവരും അങ്ങോട്ടേക്ക് തിരക്കി പോകുന്നത് കണ്ടപ്പോൾ ആ നീലിമയ്ക്ക് ആ മുഖംമൂടിക്കാരനെ കാണാൻ ബുദ്ധിമുട്ടായി. അതോടെ അവൾ പരിഭ്രാന്തിയായി മാറി. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, ആരെങ്കിലും അയാളെ ഒന്ന് തടയൂ, നീലിമ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആകെ ആശയക്കുഴപ്പത്തിലായ മുഖംമൂടിധാരി ആൾക്കൂട്ടത്തിനിടയിലൂടെ പുറത്തേക്ക് ഓടി. അതാരാ? നമ്മൾക്ക് അവനെ അറിയാമോ? ആരോ ചോദിച്ചു. എനിക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. എന്നാലും ആരായിരിക്കും അത്? എല്ലാവരും കൂടി അയാളെ കാണാൻ മുന്നോട്ട് നീങ്ങി. അന്തരീക്ഷം ആകെ ബഹളമായി. എല്ലാവരും ശാന്തരായിരിക്കുക. അവരുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ശബ്ദമുയർന്നു. എന്നാൽ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയായിരുന്നു. ചിലർ അജ്ഞാതനായ ആ വ്യക്തിയെ ഒരു നോക്ക് കാണാൻ ശ്രമിച്ചു. മറ്റു ചിലവർ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് മാറിപ്പോയി. ആൾക്കൂട്ടത്തിനുള്ളിൽ വകഞ്ഞു മാറ്റി നീലിമ മുന്നോട്ട് കടന്ന് ചെല്ലാൻ ശ്രമിച്ചു. എല്ലാവരും ഒന്ന് മാറോ, ഞാനൊന്ന് പോട്ടെ, അയാളെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നായിരുന്നു നീലിമയുടെ മനസ്സിൽ. പക്ഷേ ഹാൾ മുഴുവനും ആളുകൾ പലക്കും വിലങ്ങും പായുന്നതുകൊണ്ട് അവൾക്ക് അയാളെ പിന്തുടരാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് എവിടെ നിന്നോ വിനോദ് അവളുടെ പ്രത്യക്ഷപ്പെട്ടത്. പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ മാസ്ക് ധാരിയെ അവൻ പിന്നിൽ നിന്നും വട്ടത്തിൽ പിടിച്ചു. അജ്ഞാതനായ ആ വ്യക്തി വിനോദിനെ പിടിച്ചു തള്ളി. അവന്റെ പിടിയിൽ നിന്നും കുതറി ഓടാൻ ശ്രമിച്ചു. രണ്ടുപേരും നിലത്തു വീണ് കിടന്ന് ഒടുവിൽ അടുപിടിയായി. വിനോദിന്റെ കൈകാര്യത്തിന്റെ മുൻപിൽ ആ മാസ്ക് ധാരിക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എങ്ങോട്ടോ നീ ഓടുന്നത്? ഇത്രയൊക്കെ നീ ചെയ്തിട്ട് ഞങ്ങൾ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? അതും പറഞ്ഞു വിനോദ് അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. എപ്പിസോഡ് 540. മുഖംമൂടിക്ക് പിന്നിലുള്ള വ്യക്തി. ഞാനവനെ പിടികൂടി, വിനോദ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്ത് ആ മുഖംമൂടിക്കാരനെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പിടിച്ചുവെച്ചു. അപ്പോഴേക്കും സ്റ്റാർഡം മീഡിയയുടെ സെക്യൂരിറ്റിക്കാരനും അവനെ സഹായിക്കാനായി എത്തി. അതേസമയം തന്നെ സിദ്ധാർത്ഥും നീലിമയും അങ്ങോട്ടേക്ക് വന്നു. അവർക്ക് പിന്നാലെ ഓഫീസിലുള്ള മറ്റുള്ളവർ ചുറ്റും വന്ന് വട്ടം കൂടി നിന്നു. വിനോദിനെ മുന്നിൽ കിടന്ന് കുതറുകയായിരുന്നു ആ മുഖംമൂടിക്കാരൻ. അവനെ പിടിച്ചത് കണ്ട് നീലിമയും ആശ്വാസത്തിന്റെ ഒരു നെടുവേർപ്പെട്ടു. എല്ലാവരും ശാന്തരായിരിക്കുക, നമ്മുടെ ഓഫീസിൽ നുഴഞ്ഞു കയറിയ ആളെ വിനോദ് പിടികൂടിയിട്ടുണ്ട്. ചുറ്റിലും കൂടി നിൽക്കുന്ന ആളുകളുടെ ബഹളത്തിൽ ഉയർന്നപ്പോൾ സിദ്ധാർത്ഥ് ഉയർക്കെ വിളിച്ചു പറഞ്ഞു. അതോടെ ബഹളം തെല്ലുന്നടങ്ങി. ആ മുഖംമൂടിക്ക് പിന്നിൽ ആരാണെന്ന് അറിയാനുള്ള ഊഹാമോഹങ്ങൾ അവർക്കിടയിൽ നിറഞ്ഞു. എല്ലാ കണ്ണുകളും അയാളുടെ നേർക്കായിരുന്നു. സിദ്ധാർത്ഥ് മുന്നോട്ട് വന്ന് ആ മാസ്ക് ധാരിയുടെ മുഖത്ത് മാസ്ക് വലിച്ചൂരി. തങ്ങൾക്ക് മുന്നിൽ അനാവൃതമായ ആ മുഖം കണ്ട് സ്റ്റാർഡം മീഡിയയിൽ അയാളെ അറിയുന്ന സ്റ്റാഫുകൾ മുഴുവനും ഞെട്ടി. സാം അലക്സ്, നിങ്ങളോ? സാമിനെ അപ്പോൾ കണ്ടതിന്റെ നെട്ടലിലായിരുന്നു നീലിമ. അവളെ കണ്ടതും സാമിന്റെ മുഖം വലിഞ്ഞു മുറുകി. എല്ലാവർക്കും മുന്നിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടും ധിക്കാരത്തോടെയുള്ള അവന്റെ ഭാവം കണ്ട് സിദ്ധാർത്ഥിന് കലി കയറി. പക്ഷേ വളരെ ശ്രമപ്പെട്ട് അവൻ ആ ദേഷ്യം മടക്കി പിടിച്ചിരുന്നു. രക്ഷപ്പെടാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ എന്ന് നോക്കി സാമിന്റെ കണ്ണുകൾ ചുറ്റും പരത്തി. സ്റ്റാർഡം കമ്പനിയുടെ രഹസ്യ വിവരങ്ങൾ ചോർന്നത്, ഞങ്ങളുടെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് വിൽക്കുന്നതും നീയല്ലേ സാം? എന്തിനായിരുന്നു സ്റ്റാർഡം മീഡിയയിൽ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചീപ്പ് ഗെയിം കളിച്ചത്? സിദ്ധാർത്ഥിന്റെ ചോദ്യങ്ങൾ കേട്ട് സാം പുച്ഛത്തോടെ ചിരിച്ചു. ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും ഇവിടെയുള്ളവർ എന്നെ ഒരിക്കലും അഭിനന്ദിച്ചിട്ടില്ല. നിങ്ങളെപ്പോഴും ഇവളെ മാത്രം പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിച്ചു. എന്നേക്കാൾ മികച്ചതായി നീലിമ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് അവളെ നീ ഇവിടുത്തെ CEO ആക്കി. ഇവൾക്ക് ആ സ്ഥാനം ലഭിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? സാം തന്റെ ഉള്ളിലുള്ളതെല്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് നിർത്തിക്കോ സാം. ഇനി പറ, ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇവിടുത്തെ വിവരങ്ങൾ ചോർക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? വിനോദ് അതും പറഞ്ഞ് സാമിന്റെ കയ്യിലെ പിടിമുറുക്കി. അത് കേട്ടതും സാം അലക്സ് പുച്ഛത്തിൽ ചിരിച്ചു. നിങ്ങളുടെ കമ്പനിക്ക് മികച്ച സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കാം, പക്ഷേ ദീർഘവീക്ഷണമില്ല. എൻ്റെ പഴയ ഐഡിയിൽ എനിക്ക് ഇപ്പോഴും ആക്സസ് ഉണ്ട്. സാം ഒരു മടിയും കൂടാതെ സത്യം വിളിച്ചു പറഞ്ഞു. ആ വെളിപ്പെടുത്തൽ സ്റ്റാർഡം മീഡിയയ്ക്ക് നേരെയുള്ള ഒരു കനത്ത പ്രഹളമായിരുന്നു. നീ കളിച്ച് ഒരുപാട് ദൂരെ പോയി സാം. എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി. അതുവഴി കുറെ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ രഹസ്യങ്ങൾ നീ മോഷ്ടിച്ചു. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ നീ ചെയ്തു കൂട്ടി. നീ തന്നെയല്ലേ കമ്പനിയുടെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് കൈമാറിയത്? പറയടാ. സാമിനെ ഉഗ്രമായി നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് അലറി. അതൊക്കെ കേട്ടിട്ടും സാം പുച്ഛം ഭാവത്തിൽ സിദ്ധാർത്ഥിനെ നോക്കി മിണ്ടാതെ അവിടെ തന്നെ നിന്നു. സാറ് ചോദിച്ചതിന് മറുപടി പറ.
പറടാ. സാമിൻ്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് വിനോദ് ആക്രോശിച്ചു. സാം വേദന കൊണ്ട് പൊഴിഞ്ഞുപോയി. എങ്കിലും ആ മുഖത്ത് ആ വേദന ഇരുന്നില്ല. അതെ, ഞാൻ തന്നെ അത് ചോർത്തിയത്. എനിക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും വാങ്ങാൻ തയ്യാറുള്ള ആളുകൾ പുറത്തുണ്ട്. ആവശ്യക്കാർക്ക് ഞാനത് വിറ്റു. നല്ല കാശ് പ്രതിഫലമായി വാങ്ങുകയും ചെയ്തു. സാം ആ പറഞ്ഞത് കേട്ട് നീലിമയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തതിലൂടെ താൻ ഈ കമ്പനിയിലൂടെ ജീവനക്കാർക്ക് കഷ്ടപ്പാടിനെയാണ് നീ ചൂഷണം ചെയ്തത്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? വെറും പണത്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇത് ചെയ്തത്? നീലിമ അവനോട് ചോദിച്ചു. എന്നാൽ അവളുടെ ചോദ്യങ്ങൾക്കൊന്നും വിശദീകരണം നൽകാതെ സാം പുഞ്ചിരിച്ചു. ഇതെല്ലാം കണ്ട് വർദ്ധിച്ചു വരുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് തന്റെ ഫോൺ എടുത്തു. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണ്. നിന്റെ കാര്യങ്ങൾ ഇനി അവർ നോക്കിക്കോളും. സിദ്ധാർത്ഥ് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കൂടി സാമിന്റെ മുഖത്ത് പുച്ഛഭാവം മാറിയില്ല. സിദ്ധാർത്ഥ് തന്റെ ഫോണിൽ പോലീസിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീലിമ പെട്ടെന്ന് അവനെ തടഞ്ഞു. സിദ്ധാർത്ഥ്, നിൽക്കൂ, പോലീസിനെ വിളിക്കാൻ വരട്ടെ. അതും പറഞ്ഞ് നീലിമ അവന്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അപ്പോൾ അവന്റെ നോട്ടം സാമിലായിരുന്നു. എന്തുപറ്റി നീലിമ? സിദ്ധാർത്ഥ ചോദ്യം ഭാവത്തിൽ അവനെ നോക്കി. ഇവനെ വെറുതെ ജയിലിക്കയച്ചാൽ ശരിയാവില്ല. അതൊരു താൽക്കാലികമായ ശിക്ഷ മാത്രമായി പോകും. പുറത്തിറങ്ങിയാൽ ഇവൻ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഇനി ഒരിക്കലും മറ്റുള്ള കമ്പനിയോടും ഇത് ചെയ്യില്ല എന്ന് നമ്മൾക്ക് ഉറപ്പാക്കണം. നീലിമ മനസ്സിൽ നിന്ന് ഉറപ്പിച്ചുകൊണ്ട് അത് കേട്ട് സിദ്ധാർത്ഥ് ആശയക്കുഴപ്പത്തിലായിരുന്നു. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അവിടെ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. സാം നമ്മുടെ കമ്പനിയുടെ നെറികേട് എല്ലാ മീഡിയ കമ്പനിയെയും അറിയിക്കണം. ഇയാളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇനി ഒരു കമ്പനിയിലും കയറി ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ഇവന് കഴിയരുത്. അതുകൊണ്ട് സാമിന്റെ കയ്യിലിരുപ്പ് നമ്മൾ എല്ലാവരെയും അറിയിക്കണം. ഇവന്റെ കരിയർ ഇതോടെ അവസാനിപ്പിക്കണം. നീലിമ ദേഷ്യത്തോട് പറഞ്ഞു. ശരിയാണ്, ഇത് പുറത്തറിഞ്ഞാൽ പിന്നെ ഒരു മീഡിയ കമ്പനിയിലും സാമിന് ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ചപ്പോൾ നീലിമ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സിദ്ധാർത്ഥിനും തോന്നി. അതുവരെ പുച്ഛത്തോടെ എല്ലാവരും നോക്കിക്കൊണ്ട് നിന്നത് സാമിന്റെ മുഖത്ത് അത് കേട്ടതോടെ ഭീതി പടർന്നു. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറയുമ്പോൾ സാമിന്റെ ഭാവം മാറിയിരുന്നു. അവൻ ചെറുതായി പേടിച്ചു തുടങ്ങിയിരുന്നു. നീലിമ സാമിന്റെ അടുത്തേക്ക് ചെന്നു. നീ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു സാം. ഞങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിപ്പിച്ചു. ഒരിക്കലും വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിച്ചു. ഞങ്ങളുടെ മോനെ തട്ടിക്കൊണ്ടുപോയി. ഇനിയും നിനക്ക് മാപ്പ് തരുന്നത് എങ്ങനെയാ? നീലിമ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ അവനോടുള്ള അവജ്ഞ പ്രകടമായിരുന്നു. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇത് എൻ്റെ ഉപജീവന മാർഗമാണ്. അത് ഇല്ലാതാക്കരുത്. സാം ഇരുവരെയും അപേക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നതിന് മുൻപ് നീ ഇതൊന്നും ആലോചിച്ചില്ലല്ലോ സാം. ഈ ഒരു അവസ്ഥ നീ ചോദിച്ചു വാങ്ങിയത്? സിദ്ധാർത്ഥ അവനെ ഒറ്റുനോക്കിക്കൊണ്ട് ക്രൂരമായി ഒരു ചിരിയോട് പറഞ്ഞു. അതുകൊണ്ട് സാം അലക്സ് അമ്പെ തകർന്നടഞ്ഞു. അവൻ്റെ മുഖത്ത് ഭയം നിഴലടിച്ചു. ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഈ ഫീൽഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതില്ലാതെ ഞാൻ ഒന്നുമല്ല. എൻ്റെ ജീവിതം തകർക്കരുത് സിദ്ധാർത്ഥ്. അങ്ങനെ പറയുമ്പോൾ ദയനീയമായിരുന്നു അവൻ്റെ സ്വരം. ഇനി കൂടുതലൊന്നും പറയണ്ട സാം. ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നീ ഇതൊന്നും ഓർത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ശിക്ഷ നീ അർഹിക്കുന്നത് തന്നെയാണ്. നീലിമയുടെ ശബ്ദം ദൃഢമായിരുന്നു. അതോടെ സാമിന്റെ കരച്ചിൽ ഉച്ചത്തിലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം സിദ്ധാർത്ഥ്. നിനക്ക് വേണ്ടി ഇനിയും ജോലി ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഒരു തവണ എനിക്ക് മാപ്പ് തരണം. അതും പറഞ്ഞ് സാം അലക്സ് സിദ്ധാർത്ഥിന്റെ കാൽക്കാൽ വീഴാൻ ഭാവിച്ചു. എന്നാൽ സിദ്ധാർത്ഥ് വെറുപ്പോടെ പിന്നോട്ട് നീങ്ങി. നിനക്കിനി ഒരു അവസരം ഇല്ല സാം. അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥ് ശങ്കനായി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. പുറത്ത് പോലീസ് ജീപ്പുകളുടെ സൈറൻ കേട്ട് സാം പരിഭ്രാന്തിയോടെ ചുറ്റുമുള്ളവരെ നോക്കി. പോലീസിനെ വിളിക്കാനുള്ള ഡ്യൂട്ടി ഞാൻ സ്വയം അങ്ങ് ഏറ്റെടുത്തു. വിനോദ് എല്ലാം തീരുമാനിച്ച ഉറപ്പത്ത മട്ടിൽ സാമിനെ നോക്കി പറഞ്ഞു. പോലീസുകാരുടെ ബൂട്ടിലുള്ള ശബ്ദം അടുത്തേക്ക് വരുന്ന പോലെ സാം കേട്ടു. തന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞ് സാമിന് മനസ്സിലായി. സിദ്ധാർത്ഥ്, എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത്. പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്തും ചെയ്യാം. ഇത് പുറത്തറിഞ്ഞാൽ എൻ്റെ കരിയർ തന്നെ നശിക്കും. നിങ്ങൾ അങ്ങനെ എന്നോട് ചെയ്യരുത്. അവസാന ശ്രമം എന്ന പോലെ സാം കെഞ്ചി പറഞ്ഞു നോക്കി. യുവർ ഗെയിം ഈസ് ഓവർ സാം. അവനെ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ സ്വരം തണുത്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് വന്ന് സാമിനെ വിലങ്ങുവെച്ച് പുറത്തേക്ക് നടപ്പിച്ചു. തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാം ഒരുപാട് അപേക്ഷിച്ചെങ്കിലും സിദ്ധാർത്ഥ് അതൊന്നും ചെവി കൊണ്ടില്ല. തന്റെ കരിയർ അതോടെ അവസാനിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സാം പൂർണ്ണമായും തകർന്നു. നിരാശയുടെ പടികൂടിയിലേക്ക് അവൻ കൂപ്പുകൂട്ടി. പോലീസുകാർ അവരെ നിർബന്ധപൂർവ്വം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സിദ്ധാർത്ഥിനെ ദയനീയമായി നോക്കി സാം രക്ഷിക്കണം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പോലീസ് അവനെ കൊണ്ടുപോകുന്നത് സ്റ്റാർഡം മീഡിയയിലെ സ്റ്റാഫുകൾ ആശ്വാസത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല സിദ്ധാർത്ഥ്, സാം നിലവിളിച്ചു. അവന്റെ ശബ്ദത്തിൽ ദേഷ്യവും നിരാശയും നിറഞ്ഞിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അവനെ ബലമായിട്ട് പുറത്തേക്ക് ഉന്തിത്തള്ളി. അവനെ ജീപ്പിൽ കയറ്റി പോകുന്നത് കണ്ട് സിദ്ധാർത്ഥ് നീലിമയും നോക്കി നിന്നു. സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ അവന്റെ അടുത്തേക്ക് വലിച്ച് അവളുടെ തോളിൽ കൈ ചുറ്റി നിന്നു. നീലിമ അവന്റെ തോളിലേക്കും മെല്ലി ചാഞ്ഞു. അവസാനം എല്ലാം കഴിഞ്ഞു. അവൾ ചെറുതായി മന്ത്രിച്ചു. അപ്പോൾ അവന്റെ നെറുകെ മൃദുവായിട്ട് നെറുകൾ ചുണ്ടമർത്തി. അതെ,
അവനിനി ഒരിക്കലും നമ്മുടെ കുടുംബത്തെയോ കമ്പനിയെയോ ഉപദ്രവിക്കില്ല. അവൻ്റെ വിധി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥ മെല്ലെ പറഞ്ഞു. ശേഷം അവൻ വിനോദിനെ നേർക്കു തിരിഞ്ഞു. നിങ്ങളോടാണ് വിനോദ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ തങ്ങളോട് നന്ദി പറയുകയാണ്. സിദ്ധാർത്ഥ പറഞ്ഞു. ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ സർ. സിദ്ധുവിൻ്റെ വാക്കുകൾ കേട്ട് വിനോദ് ഒരു ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്കറിയാം. വിനോദ് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഇത്ര വേഗം ചെയ്തു കഴിയില്ലായിരുന്നു. നീലിമയും അവനെ പ്രശംസിച്ചുകൊണ്ടിരുന്നു. വിനോദ് നിനക്ക് ഭാവിയിൽ എന്താവശ്യം വന്നെങ്കിലും സ്റ്റാർഡം കമ്പനിയും ഞങ്ങളെയും ഓർക്ക്. നിന്നെ സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് വിനോദ് പുഞ്ചിരിച്ചു. വിനോദ്, നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ പെർമനന്റ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിന്നൂടെ? നിന്നെ ആത്മാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മടിച്ചാണ് സിദ്ധാർത്ഥ് അത് പറഞ്ഞത്. ഈ ഓഫർ വിനോദ് നിരസിക്കുമോ എന്ന ഒരു ആശങ്ക അവനുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് വിനോദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഈ ഓഫർ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സിദ്ധാർത്ഥ് സർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ ഈ പറയുന്നത്? ഒരു നിമിഷത്തേക്ക് ശബ്ദതയ്ക്ക് ശേഷം വിനോദ് ചോദിച്ചു. അതേടോ, ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അതെ വിനോദ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അതിന് സ്റ്റാർഡം കമ്പനി ഞങ്ങളുടെ കുടുംബവും നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. വിനോദിന്റെ ആത്മാർത്ഥമായ സേവനങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീലിമയാണ് അത് പറയുന്നത്. ഞാൻ ഈ ഓഫർ സ്വീകരിക്കുന്നു സാർ. നിങ്ങൾ എന്നെ ഉറപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഞാൻ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കും. വിനോദ് ഇരുവരെയും നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് വിനോദ്, നീ ഇവിടെ ഉള്ളത് കമ്പനിക്കും ഞങ്ങൾക്കും എല്ലാം ഒരു ധൈര്യം തന്നെയാണ്. അത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ ഒരു ആശ്വാസം തെളിഞ്ഞിരുന്നു. സ്റ്റാർഡം മീഡിയയ്ക്ക് ഒരു സിനിമ പൂർത്തിയാക്കാനുണ്ട്. ഇനിയെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവരണമെന്ന് സിദ്ധാർത്ഥ് ഉത്സാഹത്തോടെ ഓർത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അരങ്ങേറാൻ പോകുന്ന സംഭവ വികാസങ്ങൾ ഇപ്പോൾ തോന്നുന്ന ഈ അനുഭൂതികളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാമെന്ന് സിദ്ധാർത്ഥിന് അപ്പോൾ അറിയില്ലായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം അവരുടെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. ലൈറ്റിംഗ് റൂമിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതി സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെറ്റിനേക്കാൾ കൂടുതൽ സുരക്ഷയുള്ള സെറ്റാണ് ഇത്തവണ ഡിസൈനർമാർ ഒരുക്കിയിരിക്കുന്നത്. നീലിമ ഒരു വശത്തേക്ക് മാറി നിന്ന് സെറ്റിൽ തിരക്കേറിയ അന്തരീക്ഷം വീക്ഷിക്കുകയാണ്. അവളുടെ മുഖം ശാന്തമായിരുന്നു. പല സംഭവങ്ങളുടെ ടെൻഷനുകൾ അവളിൽ നിന്ന് അകന്നിരുന്നു. പ്രിയങ്ക ഒരു കപ്പ് കോഫി നീലിമയ്ക്ക് കൊണ്ട് കൊടുത്തു. ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നത് പോലെ തോന്നുന്നു അല്ലേ മേഡം? ക്യാമറമാൻ അടുത്ത ഷൂട്ട് ഫിക്സ് ചെയ്യുന്നതും നോക്കി അവൾ അഭിപ്രായപ്പെട്ടു. നീലിമ അത് ശരിവെക്കുന്നത് പോലെ മൂളിക്കൊണ്ട് കോഫിയിൽ നിന്നും ഒരു സിപ്പ് എടുത്തു. അതെ, സ്റ്റാർഡം മീഡിയയുടെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വിനോദ് ഉള്ളത് കൊണ്ട് പകുതി സമാധാനമുണ്ട്. അവൻ കാര്യങ്ങൾ നന്നായി നോക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ സിനിമയുടെ നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട്. നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക പുഞ്ചിരിച്ചു. അടുത്ത രംഗത്തിനായി തയ്യാറെടുപ്പ് സാന്ദ്രയിലേക്കും അവരുടെ നോട്ടം നീണ്ടുപോയി. അപ്പോൾ ബാക്കിയുള്ള ഷൂട്ട് ഒരു തടസ്സമില്ലാതെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ മേഡം? പ്രിയങ്ക ചോദിച്ചു. ദാറ്റ്സ് എ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നീലിമ കാപ്പി മൊത്തം കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഹേമന്ത് കൈ ഉയർത്തി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ശരി, എല്ലാവരും അവരവരുടേതായ സ്ഥലങ്ങളിൽ നിൽക്കൂ. അടുത്ത സീൻ നമ്മൾക്ക് ഒറ്റ ടേക്കിലെടുക്കാം. അടുത്ത ടേക്ക് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സെറ്റ് നിശബ്ദമായിരുന്നു. സൂര്യയും സാന്ദ്രയും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. സൂര്യാസ്തമയ സമയത്ത് സമൃദ്ധമായിട്ട് ഒരു പാർക്കിലായിരുന്നു അന്നത്തെ രംഗം ഷൂട്ട് ചെയ്തിരുന്നത്. ഹേമന്ത് ആക്ഷൻ എന്ന് പറയുമ്പോൾ കാമുകന്മാരെ അവതരിപ്പിക്കുന്ന സൂര്യയും സാന്ദ്രയും കൈകോർത്തു നടക്കണം. അതായിരുന്നു സീൻ. വളർന്നു വരുന്ന നല്ല അഭിനയത്തിനെയാണ് സാന്ദ്രയുടെ കഥാപാത്രം. അവളുടെ പുതിയ പ്രശസ്തി കാരണം അഭിമുഖീകരിച്ച വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ആക്ഷൻ, ഹേമന്ത് വിളിച്ചു പറഞ്ഞു. ഇരുവരും കൈകോർത്തു പിടിച്ച് അവരുടെ നടത്തം ആരംഭിച്ചു. അവരുടെ സംഭാഷണം സ്വാഭാവികമായിട്ട് ഒഴുകി തുടങ്ങി. ദൂരെ നിന്ന് പോലും അവർ തമ്മിലുള്ള കെമിസ്ട്രി വ്യക്തമായിരുന്നു. ഇന്ന് നീ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ, സൂര്യ കഥാപാത്രമായി മാറിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഞാൻ മോശമായിരുന്നു? അവൻ പരിഭവത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല, ഈ വെളിച്ചത്തിൽ എന്തെങ്കിലും കണ്ടപ്പോൾ എന്തോ. അവൻ പകുതിയിൽ നിർത്തി. ഇരുവരുടെയും കണ്ണുകളിൽ പ്രണയം നിറഞ്ഞിരുന്നു. അവരുടെ നോട്ടത്തിന്റെ തീവ്രത വർദ്ധിച്ചു. വിരലുകൾ മെല്ലെ കോർത്തുകൊണ്ട് പിടിച്ച് കണ്ണിൽ പ്രയത്തോടെ അവർ പരസ്പരം തുടക്കം ഇറക്കി. അവരുടെ നോട്ടം തീവ്രത വർദ്ധിച്ചു. വിരലുകൾ മെല്ലെ കോർത്തു പിടിച്ച് കണ്ണിൽ പ്രണയത്തോടെ അവർ പരസ്പരം നോട്ടം അറിഞ്ഞു. അവരുടെ ജോഡി പെർഫെക്റ്റ് ആണ്. ശരിക്കുള്ള കാമുകന്മാരുടെ ഭാവങ്ങൾ അവരുടെ മുഖത്ത് വിടരുന്നത് കണ്ട് പ്രിയങ്ക ഉറപ്പാവും ഈ സിനിമ ഹിറ്റാവും എന്ന് എനിക്ക് തോന്നുന്നു. നീലിമ പ്രിയങ്കയുടെ കാതിൽ മെല്ലെ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, അവരുടെ കെമിസ്ട്രി അടിപൊളിയാണ്. നീലിമ പ്രിയങ്കയുടെ കാതിൽ പറഞ്ഞു. മാഡം പറഞ്ഞത് ശരിയാണ്, അവരുടെ കെമിസ്ട്രി അടിപൊളിയാണ്. രണ്ടാളും അവരവരുടെ റോള് സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട്. പ്രിയങ്ക തലകാട്ടിക്കൊണ്ട് പറഞ്ഞു. നീലിമ ഒരു ദീർഘനിശ്വാസം എടുത്തു. സാമലക്സിനെ സുരക്ഷിതമായി കൂട്ടിയതിന് ഇനിയിപ്പോൾ ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുമെന്ന് അവൾ ഓർത്തു. നീലിമയുടെ മിഴികൾ സൂര്യയുടെയും സാന്ദ്രയുടെയും തങ്ങി നിന്നു. തികച്ചും സ്വാഭാവികമായിട്ട് ഒട്ടും അതിഭാവഭാവം തോന്നാത്ത അവരുടെ അഭിനയത്തിൽ എല്ലാവരും ലയിച്ചു നിൽക്കുകയായിരുന്നു. സൂര്യ സാന്ദ്രയുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. അവളുടെ കഥാപാത്രത്തിലെ സൂര്യ സാന്ദ്രയുടെ കണ്ണിൽ ആഴത്തിൽ നോക്കി.
അപരാധീനത മനസ്സിലാക്കി. നിനക്കൊരു കാര്യം അറിയുമോ? നിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഇതൊക്കെ അഭിനയമാണെന്ന് ഞാൻ മറന്നു പോകുന്നു. ക്യാരക്ടറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ വേദന, സന്തോഷം എല്ലാം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു. സൂര്യ തൻ്റെ ഡയലോഗ് വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു. പെട്ടെന്ന് സാന്ദ്രയുടെ ശബ്ദം ഇടറി. അവളുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. അവൾ നടത്തം നിർത്തി. സൂര്യയുടെ കൈ മുറുകെ പിടിച്ചു. അവളുടെ മുഖം വിളറിവെടുത്തു. ശ്വാസഗതി അതിവേഗത്തിലായിരുന്നു. സാന്ദ്ര കഥാപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അവളുടെ മുഖത്തെ ഭാവങ്ങൾ മാറി. കട്ട്. ഹേമന്ത് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. സാന്ദ്ര, അറിയോ ഓക്കെ? എന്തു പറ്റി നിനക്ക്? കഥാപാത്രത്തിൽ നിന്നും വിട്ടുമാറി സൂര്യ അവളെ കരുതലോടെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ശബ്ദം വിദൂരയിൽ നിന്നും കേൾക്കുന്നത് പോലെയാണ് സാന്ദ്രയ്ക്ക് തോന്നിയത്. അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടി. ലൊക്കേഷൻ വീണ്ടും ബഹളമായി മാറിയിരുന്നു. സാന്ദ്രയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു.